കുഞ്ഞുവാവ നടന്നു തുടങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടറെ കാല് ശരിയാവുമോ, ഫ്ലാറ്റ് ഫുട്ട് ആവുമോ, കാല് ഇങ്ങനെ തന്നെ ഇരിക്കുമോ, മാറുമോ? കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാവുന്നു? എന്തുകൊണ്ട് ചില കുട്ടികൾക്ക് മാത്രം ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാവുന്നു? കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാവുന്നതിന് കാരണം മീഡിയൽ ലോഞ്ചിറ്റ്യൂഡൽ ആർച്ച് എന്നൊരു സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ലിഗമെന്റ് ലാക്സിറ്റി കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുവാവയുടെ കാല് ഇങ്ങനെ ഇരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാഡ് ഓഫ് ഫാറ്റ് ഉണ്ട്. കുഞ്ഞുവാവളുടെ കാല് വളരെ സോഫ്റ്റ് ആണ്, അവിടെ ഒരു പാഡ് ഓഫ് ഫാറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അത് മാറി ഒരു ആർച്ച് ഉണ്ടാവുന്നത് 5 മുതൽ 6 വയസ്സൊക്കെ ആകുമ്പോഴാണ്. പക്ഷെ ഈ ആർച്ച് ചില കുട്ടികൾക്ക് ഡെവലപ്പ് ആവത്തില്ല, ചില കുട്ടികൾക്ക് ഇത് ഡെഫിഷ്യൻ്റ് ആയിരിക്കുമ്പോൾ ഫ്ലാറ്റ് ഫുട്ടായി വരും. അപ്പം നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഫുട്ട് 2 കാലിലുമുള്ള ഫ്ലാറ്റ് ഫുട്ട് നല്ല എവിഡൻ്റ് ആയിട്ട് നമുക്ക് 8 വയസ്സിന് ശേഷം കാണുന്നു. അതുപോലെ കുഞ്ഞിന് കാല് വേദന പറയുന്നു, അതുപോലെ ഫ്ലാറ്റ് ഫുട്ട് ഉള്ളത് കൊണ്ട് കുഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു, മടങ്ങി വീഴുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുകയാണ്, വേദന പറയുന്നു, വ്യത്യാസമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞുങ്ങൾക്ക് ചെരുപ്പിട്ട് നടക്കുന്നത് നമുക്ക് ഒരു 1.5 വയസ്സിന് ശേഷം നടത്തുന്നതാണ് നല്ലത്. നേരത്തെ ചെരുപ്പിട്ട് ശീലിപ്പിക്കുക അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ചെരുപ്പിട്ട് ശീലിപ്പിക്കുന്നത് ഈ ഫ്ലാറ്റ് ഫുട്ട് ഉള്ള കുട്ടികൾക്ക് അത്ര നല്ലതല്ല. അപ്പൊ മണ്ണി നടക്കാൻ അനുവദിക്കുക. അതുപോലെ തന്നെ ചെരുപ്പ് ഇടാതെ നടത്തുന്നത് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാവുന്നത് തടയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെരുപ്പിടാൻ കുറച്ച് വൈകുന്നത് നല്ലത് തന്നെയാണ്, ഇത് മാറിപ്പോവും. തീർച്ചയായിട്ടും മാറാതെ നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഓർത്തോപെഡീഷ്യനെ, കുട്ടികളുടെ ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് ഇവാലുവേഷൻ ആവശ്യമുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.